പ്രസംഗിക്കുന്ന എന്നെ കുറവുണ്ട്. മലയത്തൊരു കിങ്ങിണിക്കുട്ടൻ, സ്തോത്രം, അവനെ അങ്ങനെ തന്നെ വിളിക്കണം. എല്ലാവരെയും പിടിക്കുന്ന ദിവസം വരാറായി. കണ്ടില്ലേ, നടന്നത് വേറെ എങ്ങും അല്ല, മലയം, സ്തോത്രം. ബാക്കി വരാൻ പോവുക. എന്തിനാ പാവപ്പെട്ട നല്ല ദൈവദാസന്മാരെ ഇതിനകത്ത് പെടുത്തത്? നിനക്ക് ഈ കച്ചവടം ചെയ്യണ യേശുവിനെ പിടിക്കേണ്ട കാര്യം എന്തുവാ? യേശുവിൻ്റെ പേര് പറഞ്ഞ് വീട്, കാറ്, കമ്പ്യൂട്ടർ, ആട്, മാഞ്ചിയം, തേക്കും ഇതൊന്നും സഭയുടെ പരിപാടിയല്ല. ദൈവസഭ നിന്റെ റിയൽ എസ്റ്റേറ്റ് അല്ല. ദൈവസഭ നിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ല. ദൈവസഭ നിന്റെ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ഫണ്ടല്ല. ദൈവസഭ നിന്റെ ഫർണിച്ചർ കടയല്ല. യേശുവിനെ പ്രസംഗിക്കുന്ന ദൈവസഭ. നാഥാനെ പോലെയുള്ള നല്ല പ്രവാചകന്മാർ നമ്മുടെ സഭയിൽ എഴുന്നേൽക്കട്ടെ. അവന്റെ റബ്ബറും തോട്ട് 6 പുരോഹിതനായിട്ട് സംസാരിക്കണ 7 അമർത്തുക. സ്തോത്രം. പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ആളെ കിട്ടിയില്ലേ ഒന്നും വേണ്ട, നിങ്ങൾ വീട്ടിനകത്തിരുന്ന് സമാധാനത്തിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള എൻ്റെ പൊന്നച്ചായന്മാർ, ഇതുപോലുള്ള പ്രവാചകന്മാരെ കയറ്റരുതേ. സഭയിലെ കാശുള്ളവരെ എല്ലാം അവൻ കൊണ്ടുപോകും. സ്തോത്രം. ഒരു കൊച്ചു ID കാർഡ് ലാസ്റ്റിൽ കൊടുക്കും, പ്രവാചകൻ നിങ്ങളോട് ദൂത് പറയാനുണ്ടെന്ന്. അവസാനത്തെ ദൂത് നിങ്ങളുടെ സഭയിൽ നിന്ന് അവനെ കൊണ്ടുപോകും. സ്തോത്രം. അതിലൊന്നാം കാര്യം ചേച്ചിമാരെ. സ്തോത്രം. നാളെ ഞാനില്ല. ചേച്ചിമാർ ഫോൺ ചെയ്യും, യോ നമ്മുടെ സഭയിലെ പാസ്റ്റർ ഒരു വെളിപ്പാടുമില്ല. യോ ഇവിടുന്ന് വന്നാൾ എൻ്റെ തല പിടിച്ചത്. ഏതൊക്കെ ദൂതുകളാ പറയുന്നത്. സ്തോത്രം. ഇതുപോലെ മലയത്ത് വാളണ്ടിയർമാർ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ കെണിയിലായിപ്പോയി. സ്തോത്രം. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ചിലപ്പം പച്ചയ്ക്ക് ഞാൻ പറയാം, പ്രസംഗിക്കുന്ന ഉണ്ടാവും, ഭൂമിയിൽ പോലും കാണത്തില്ലായിരിക്കും. സ്തോത്രം. പറ്റിച്ചേക്കുന്ന സാധാരണ പുള്ളികളല്ല, കൊല്ലം ജില്ലയിലെ പക്ക നായർ കുടുംബക്കാരെയാണ്. സ്തോത്രം. പാസ്റ്റർമാരായാലും ഇച്ചിരി ആവശ്യമില്ലാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ പണി മുറുകിപ്പോകും. ഞാൻ നെയ്യാറ്റിൻകര പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോഴാ നെയ്യാറ്റിൻകരയിലെ DYSP ഒരു ചെറുപ്പക്കാരനെ വണ്ടി ഇടിച്ചു കൊന്ന്. തിരുവനന്തപുരത്തുകാർക്ക് അറിയാമോ? നെയ്യാറ്റിൻകര DYSPയുടെ കാറ് വണ്ടി ഇടിച്ചു കൊന്നതാ. സ്തോത്രം. അതൊക്കറിയാമോ? അവൻ്റെ പെങ്കൊച്ചിനെയും കൊണ്ടാണ് നിയമസഭയുടെ മുമ്പിൽ കൊണ്ടുപോയി സമരം നടത്തിയത്. ആൻസലം മിണ്ടിയില്ല, നാട്ടുകാരും മിണ്ടിയില്ല. പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ. വഞ്ചൂർ കോടതി വന്നപ്പോൾ അവന് ജാമ്യം കിട്ടി. സ്തോത്രം. ഈ DYSP നേരെ ഇവിടുന്ന് ജാമ്യം എടുത്തതിന് ശേഷം എവിടെ പോയെന്നറിയാമോ? സ്തോത്രം. നേരെ കർണാടകത്തിൽ പോയി. ഭാര്യ മക്കളും തിരുവനന്തപുരത്താണ്. അയാളുടെ വീട് കല്ലമ്പലത്തായിരുന്നു. നാടാർ സമുദായത്തിൻ്റെ 2 പോസ്റ്റർ വീട്ടിലുണ്ടായിരുന്നു. വന്നപ്പം നെയ്യാറ്റിൻകര DYSP വിറക് വരെ കയറി തൂങ്ങിയെന്ന് അറിയാമോ? സംശയം ഉണ്ടേ ചോദിച്ചാൽ മതി. നിങ്ങളെല്ലാം പത്രത്തിൽ കണ്ട വാർത്തയാണ്. സ്തോത്രം. നെയ്യാറ്റിൻകര ജുവലറിക്ക് പാർട്ണർഷിപ്പുള്ള DYSP വൈകിട്ടേ, സ്തോത്രം, പണത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് വന്നപ്പം ബ്രാലുമോടി വെച്ച് ഒരു ചെറുക്കനെ വണ്ടി ഇടിച്ച് ഗ്ലാസ് പൊട്ടി ആ പയ്യൻ മരിച്ചത്. തിരുവനന്തപുരം ഞെട്ടി. രാഷ്ട്രീയക്കാർ മൊത്തം ഉണ്ടായിരുന്നു, പോലീസുകാരും ഉണ്ടായിരുന്നു. സമയമായപ്പോൾ എല്ലാം മാറി. സ്തോത്രം. അവസാനം വിറക് വരെ തൂങ്ങേണ്ടി വന്നു. സ്തോത്രം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നാട്ടുകാരൻ്റെ പണം മേടിക്കാനും കള്ളദൂത് പറയാനും പണം തട്ടിക്കാനും ആശുപത്രി വ്യവസായം നടത്താനും സൂപ്പർ മാർക്കറ്റ് നടത്താനുമല്ല ദൈവം നിന്നെ വിളിച്ചത്. അവൻ്റെ പേരും പാസ്റ്റർ എന്നാ. സ്തോത്രം. നിങ്ങളുടെ നാട്ടിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിലെ ജില്ലാ ചാനലിൽ മുഴുവൻ ഈ ചെറുക്കൻ്റെ പടം കാണിച്ചുകൊണ്ടിരിക്കുക. മലയത്തുകാരൻ്റെ കൊല്ലം ജില്ലയിലെ ചാനൽ മുഴുവൻ, നാട്ടുകാർ മുഴുവൻ ഇളകിയേക്കുക. സാധാരണ വ്യക്തിയല്ല കുട്ടമ്മ ഭാഷ പിടിച്ചേക്കുന്നത്. NSSൻ്റെ കരയോഗത്തിൻ്റെ മെമ്പറെ ഇന്ന് 4.5 കോടി കൊണ്ടുപോയേക്കുന്നത്. വില കൊടുക്കേണ്ടി വരും. പാസ്റ്റർമാർ കരഞ്ഞാലും ശരി. സ്തോത്രം. വിടത്തില്ല അവന്മാർ. സ്തോത്രം. അതുകൊണ്ട് ഈ പാസ്റ്റർമാരോട് സത്യത്തിൽ പറയുള്ളൂ, വേദപുസ്തകം ആർക്കും എടുക്കാം. വചനം വിറ്റ് ജീവിക്കാൻ നീ തുടങ്ങിയാൽ ഇത് ഇരുവായ്ത്തലയുള്ള വാള. സ്തോത്രം. അതുകൊണ്ട് ആർക്കും സഭയിൽ വരാം, ആർക്കും പ്രാർത്ഥിക്കാം, പക്ഷേ ബിസിനസ് ചെയ്യാനല്ല ദൈവസഭ. സ്തോത്രം. അതിന് പൈസ മുടക്ക്, ഇതിന് പൈസ മുടക്ക്. പ്രത്യേകിച്ച് അജി ഇതൊന്ന് ഷൂട്ട് ചെയ്തേക്കണം. സഹോദരിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് എവിടെയും പ്രാർത്ഥനയ്ക്ക് പോകാം. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പാസ്റ്റർമാരുമായിട്ട്, ഞാനടക്കമുള്ള പാസ്റ്റർമാരുമായിട്ട് നിങ്ങളുടെ ബിസിനസ്സോ പണമിടപാടോ ഒരു കാരണവശാലും നടത്തരുത്. സ്തോത്രം. നിങ്ങൾ ദൈവസഭയെ വരണം, പ്രാർത്ഥിക്കണം, കർത്താവ് തന്നിട്ടുള്ള നല്ല നന്മ നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് പാസ്റ്ററോട് ഒരു നല്ല വാക്ക് പറയണം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉപജീവന മാർഗത്തെയും അനുഗ്രഹിക്കണം. ഇതിനകത്ത് സകല കാര്യമുണ്ട്. സ്തോത്രം. അല്ലാതെ പാസ്റ്റർമാർ പറയുന്ന ആട്, മാഞ്ച്, തേക്ക്, സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള പരിപാടിക്ക് എൻ്റെ സഹോദരിമാരെ നിങ്ങൾ പണം മുടക്കാൻ നിൽക്കരുത്. ദൈവദാസനെ ദൈവം എന്തിനാ വിട്ടിരിക്കുന്നതെന്നറിയോ? ദേശത്ത് രക്ഷയുടെ സുവിശേഷം പറയാൻ. അല്ലാത്തവനെ കേൾക്കരുത്.
സ്വോത്രം. ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനല്ല, എല്ലാ പാസ്റ്റർമാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തുവാ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല. സകല ചാനലും ഒരു തൈലത്തിൻ്റെ ഭരണിക്കകത്ത് ഒരീച്ച വീണാൽ മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇവിടെ ഈ പട്ടിണി കിടക്കുന്ന ആയിരക്കണക്കിന് പാസ്റ്റർമാർ തിരുവനന്തപുരത്ത് എനിക്കറിയാം. ഇന്ന് ഒരു ബൈക്കില്ലാത്തവരെ എനിക്കറിയാം. ബസ്സിനകത്ത് 10 രൂപ വണ്ടിക്കൂലി കൊടുത്തു പോകുന്നവരെ കാട്ടാക്കണമെന്ന് എനിക്കറിയാം. അവരൊക്കെ 150 വീട്ടുകളിൽ കിടന്ന് പ്രാർത്ഥിച്ചതാ. ഇതുപോലെ ജനത്തിൻ്റെ 4.5 കോടി മേടിച്ചിട്ട് പറഞ്ഞു 9 കോടി കിട്ടുമെന്ന്. മോശപ്പച്ചൻ നിത്യതയിൽ പോയി എത്ര വീട്ടിൽ കയറി പ്രാർത്ഥിച്ചതാ. സ്വോത്രം. അദ്ദേഹത്തിന് 4.5 കോടി കിട്ടിയോ? കർത്താവിനെ കണ്ട 4.5 കോടി. വീട്, കാറ്, കമ്പ്യൂട്ടർ. ഇതൊന്നും ബൈബിള് പറഞ്ഞിട്ടില്ല. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. സ്വോത്രം. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ദൈവദാസന്മാരുടെ കട്ട എന്നെ വിളിച്ചില്ലേലും വേണ്ടിയല്ല, ഇതുപോലുള്ള കീടങ്ങളെ ദൈവസഭയെ കയറ്റരുത്. ഒറ്റ കാര്യം പറയോ, യോഗത്തിന് ആളെ കിട്ടിയില്ലയോ, നിങ്ങളൊരു 10 ദിവസം ഉപവാസം പോയി, അല്ലെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക, അല്ലാതെ വടക്കേ ഇന്ത്യ കിടക്കുന്ന ഒരു മിഷണറിയെ കൊണ്ട് 3 ദിവസം അവിടുത്തെ അനുഭവം പറയിക്കുക. സ്വോത്രം. ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. രാത്രി അത്ര വേദന ഉണ്ടായോണ്ടാ പറയുന്നത്. യേശുവിൻ്റെ പേര് പറഞ്ഞ് വീട്, കാറ്, കമ്പ്യൂട്ടർ, ആട്, മാഞ്ചിയം, തേക്കും ഇതൊന്നും സഭയുടെ പരിപാടിയല്ല. യേശു ദൈവാലയത്തിൽ ചെന്നപ്പോൾ വഴിപാണിപക്കാരുടെ പീഡങ്ങൾ ചവിട്ടി മറിച്ച് കളഞ്ഞു. ദൈവസഭ നിന്റെ റിയൽ എസ്റ്റേറ്റ് അല്ല. ദൈവസഭ നിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ല. ദൈവസഭ നിന്റെ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ഫണ്ടല്ല. ദൈവസഭ നിന്റെ ഫർണിച്ചർ കടയല്ല. യേശുവിനെ പ്രസംഗിക്കുന്ന ദൈവസഭ. അതിനകത്ത് നീ വ്യാപാരം ചെയ്താൽ ഏത് വലിയ പാസ്റ്ററായാലും നിന്റെ തലമുറകളെ ദൈവം വെട്ടിക്കളയും. സ്വോത്രം. മാനസാന്തരപ്പെട്ടു. സ്വോത്രം. ഇത് ഇരുവായ്ത്തലയുള്ള വാളാ. ഞാൻ പച്ചയ്ക്ക് പറയാം, ഞങ്ങളുടെ വേദന കൊണ്ടാ. സ്വോത്രം. 2 ആഴ്ച മുമ്പ് കുഴിഞ്ഞാമ്പള ഈസിയുടെ കൺവെൻഷൻ വന്നു. സ്വോത്രം. സാറിനെ മാസ്ക് വെച്ചാൽ വയ്ക്കുന്നത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ വണ്ടി കയറാൻ ഒരു ചായ കുടിച്ച് ക്ഷീണം കൊണ്ട് 2 ചെറുപ്പക്കാർ എന്നെ കണ്ടിട്ട് അവന്മാർ തങ്ങൾ സംസാരിക്കുന്നു. ഞാൻ വിചാരിച്ച് വല്ല പരിചയക്കാരാണ്. സ്വോത്രം. എവിടെ ചെന്നാലും ആളുണ്ടല്ലോ. അവന്മാർ നോക്കിയിട്ട് നാട്ടുകാരൊക്കെയൊക്കെ പറയാം, ദോണ്ട നിൽക്കുന്ന ഒരു കള്ളനെന്ന് പൈസ അടിച്ച് മാറ്റുന്ന. സ്വോത്രം. ഞങ്ങളാരും ഇന്ന് വരെ പൈസ ചോദിച്ചിട്ടില്ല. കാര്യം എന്തോ, ഞാനും ഒരു പാസ്റ്ററായി പോയി. അതുകൊണ്ട് ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ യേശു പറഞ്ഞു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ. നിങ്ങളുടെ ദൈവസഭയിൽ വരുന്ന പാസ്റ്ററിന്റെ ജോലി വസ്തു കച്ചവടമല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ല, വണ്ടി കച്ചവടമല്ല, തേക്ക് മാഞ്ചിയല്ല, ചാരിറ്റി ഫണ്ടല്ല. പണ്ട് ആശാരി പറഞ്ഞ പോലെ ഉപദേശിയുടെ ജോലി സൂചേട്ടൻ പ്രസംഗിക്കുക. ബാക്കി തേക്കും ആടും മാഞ്ചിയോ സൂപ്പർ മാർക്കറ്റും നടത്താൻ വിശ്വാസികളെ ഏൽപ്പിച്ചുകൊണ്ട്, കുഞ്ഞേ നിനക്കത് ചെയ്യണമെങ്കിൽ നീ പുസ്തകം താത്ത് വെച്ചിട്ട് പോ. എന്തിനാ ഞങ്ങളെയും കൂടി ഇതിനകത്ത് പെടുത്തുന്നത്? സ്വോത്രം. ലൈവ് പോയാലും വേണ്ടിയല്ല. സ്വോത്രം. എന്തിനാ പാവപ്പെട്ട നല്ല ദൈവദാസന്മാരെ ഇതിനകത്ത് പെടുത്തത്? നിനക്ക് ഈ കച്ചവടം ചെയ്യണ യേശുവിനെ പിടിക്കേണ്ട കാര്യം എന്തുവാ? സ്വോത്രം. നീ പ്രൈവറ്റായിട്ട് കാര്യം ചെയ്യും. ഈ ലൈവ് കേൾക്കുന്നവർക്ക് പണ്ട് കൊടങ്ങാവിള എന്നൊരു പയ്യൻ ഇറങ്ങിയായിരുന്നു, ശബരിനാഥ്. ടോട്ടൽ 4 തട്ടിപ്പ്. എല്ലാവർക്കും അറിയാമോ? സ്വോത്രം. എല്ലാവർക്കും അറിയാം. കൊടങ്ങാവിള അവൻ്റെ വീടും എനിക്കറിയാം, കാര്യം അറിയാം. കൊടങ്ങാവിള ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്നത് അവനല്ലായിരുന്നു. ഈ ചെയ്യുന്ന പുണ്യവാളന്മാർ കേൾക്കണം, നിന്നെ കൊണ്ടൊക്കെ പലരും ചെയ്യിക്കും. അവസാനം തൂങ്ങിയത് ശബരിനാഥ കൊണ്ടുപോയി. സ്വോത്രം. അതുപോലെ പാസ്റ്റർമാരെ പ്രലോഭിപ്പിച്ച് വചനമെടുത്തിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ പറഞ്ഞാൽ, ഇത് ചെയ്യാൻ നിൽക്കുന്ന പാസ്റ്റർമാരെ, ഇത് രാഷ്ട്രീയത്തിൻ്റെ കളിയല്ല, ഇത് ഇരുവായ്ത്തലയുള്ള വാളിൻ്റെ കളിയാണ്. സ്വോത്രം. യേശുവിനെ പ്രസംഗിച്ചിട്ട് അവന് ബിസിനസ്, ദൈവാലയം, കള്ളന്മാരുടെ ഗുഹ. സ്വോത്രം. കണ്ടില്ലേ? നടന്നത് വേറെ എങ്ങും അല്ല, മലയം. സ്വോത്രം. ബാക്കി വരാൻ പോവുക. സ്വോത്രം. ഞാൻ പേടിച്ചു പോയി. നഞ്ചലിൽ നിന്ന് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, അവരുമായിട്ടങ്ങ് ഞാൻ യാതൊരു ബന്ധമില്ല, അവിടെ ബോട്ട് പോലും ഉള്ള. സ്വോത്രം. അതിൻ്റെ പ്രത്യേകിച്ച് പ്രസംഗിച്ചത്. അതുകൊണ്ട് എന്താ പ്രവാചകൻ്റെ പ്രത്യേകത? പാപം ചെയ്ത് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിങ്കൽ നിന്ന് അകത്ത് പോകുമ്പോൾ അവനെ മാനസാന്തരപ്പെടുത്തി മുട്ടുമടക്കി ദൈവസഭയിൽ കരയിപ്പിക്കണം. സ്വോത്രം. അതിൻ്റെ പേര് നാഥാനെ പോലെയുള്ള നല്ല പ്രവാചകന്മാർ നമ്മുടെ സഭയിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. ഞങ്ങളിലെല്ലാം കുറവുണ്ട്. പ്രസംഗിക്കുന്ന എന്നെ കുറവുണ്ട്, ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരെ കുറവുണ്ട്. പക്ഷെ ഞങ്ങളിൽ കുറവുണ്ടെങ്കിലും വചനം വിട്ട് ഞങ്ങൾ നിൽക്കത്തില്ല. ഒരു തെറ്റ് ചെയ്താൽ ദൈവത്തോട് പറയും, കർത്താവേ കൈപ്പിഴ വന്നുപോയി, ദൈവമേ ക്ഷമിക്കണേ. അതുകൊണ്ടാണ് നിർത്തുന്നത്. അല്ലാതെ ദൈവം കൂടുതൽ കാലം നിർത്തിയല്ല. ദൈവത്തിനൊരു സമയമുണ്ട്. എല്ലാവരെയും പിടിക്കുന്ന ദിവസം വരാറായി.